ആയുധപുര നിറയുകയാണ്. റഷ്യൻ ആയുധങ്ങൾ തുടങ്ങി ഇന്ത്യ തദ്ദേശീയമായി തന്നെ നിർമ്മിച്ച ആയുധങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രതിരോധ മേഖലയിൽ സമ്പൂർണ്ണ സ്വയം പര്യാപ്തതയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതോടെ കരുത്തേറിയ സുരക്ഷാ കവചം ഇന്ത്യൻ അതിർത്തി കാക്കാൻ കൂടുതൽ സജ്ജമാവുകയാണ്. പ്രൊജക്ട് കുശ ആകട്ടെ അതിന്റെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രതിരോധ മേഖലയിൽ സമ്പൂർണ്ണ സ്വയം പര്യാപ്തത, അതായത് ആത്മനിർഭർ ഭാരത്, അത് ലക്ഷ്യമിട്ടുകൊണ്ട് DRDO വികസിപ്പിക്കുന്ന അത്യാധുനിക ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമാണ് പ്രൊജക്ട് കുശ എന്നറിയപ്പെടുന്നത്. റഷ്യയുടെ ആ വിഖ്യാതമായ S-400 മിസൈലാകട്ടെ അതിന്റെ പ്രതിരോധ സംവിധാനത്തെക്കാൾ കൂടുതൽ കരുത്താർജിച്ച രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നതാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ശത്രുക്കളുടെ വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ തന്നെ 350 കിലോമീറ്റർ വരെ അകലെ വെച്ചുകൊണ്ട് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒരു പോർക്കുപെയിൻ, അതായത് മുള്ളംപന്നിയുടെ രീതിയിലുള്ള കവചമാണ് ഇതിനായി തന്നെ ഭാരതം ഒരുക്കിയിരിക്കുന്നത്. മുള്ളംപന്നി തനിക്ക് ചുറ്റും മുള്ളുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രതിരോധം തീർക്കുന്നത് പോലെ തന്നെ ഭാരതത്തിന്റെ ആകാശത്തെ 3 അടുക്കുകളുള്ള സുരക്ഷാ വലയത്തിനുള്ളിലാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിനായി തന്നെ M1, M2, M3 എന്നിങ്ങനെ തന്നെ 3 തരത്തിലുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് DRDO സജ്ജമാക്കുന്നത്. 150 കിലോമീറ്റർ ദൂരപരിധിയുള്ള M1 മിസൈൽ പ്രാദേശിക ഭീഷണികളെ തന്നെ നേരിടുമ്പോൾ 250 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള M2 മിസൈൽ പദ്ധതിയുടെ നട്ടെല്ലായി തന്നെ ഇത് മാറും. ഏറ്റവും മാരകമായ M3 മിസൈലിന് 350 കിലോമീറ്റർ അകലെയുള്ള ശത്രുക്കളെ പോലും അവിടെ ചുട്ട് ചാമ്പലാക്കാൻ സാധിക്കും. അതിവേഗം തന്നെ അവിടെ പുരോഗമിക്കുന്ന ഈ പദ്ധതി മിഷൻ സുദർശൻ ചക്രയുടെ ഭാഗമായി തന്നെ വിഭാവനം ചെയ്യാനാണിപ്പോൾ ഭാരതം തയ്യാറെടുക്കുന്നത്. ഭാരതത്തിന്റെ മണ്ണിൽ നിർമ്മിക്കുന്ന ഈ ഒരു മിസൈൽ ആകട്ടെ റഷ്യൻ സംവിധാനത്തെക്കാൾ ഭാരം കുറവാണ് എന്നതും അവിടെ അതിൻ്റെ ആ ഒരു കൃത്യത കൂടുതലാണ് എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 2026 കൂടി തന്നെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശത്രു രാജ്യമായ ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങൾക്കും പാകിസ്ഥാന്റെ ഭീഷണികൾക്കും കൃത്യമായ മറുപടി തന്നെ ഇപ്പോൾ നൽകാൻ ഈ തദ്ദേശ സാങ്കേതിക വിദ്യയിലൂടെ തന്നെ ഭാരതത്തിന് സാധിക്കുമെന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതേസമയം മെയ് മാസത്തിൽ ഭാരതത്തിന്റെ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ അവിടെ അതിനുശേഷമാണ് ഇത്തരത്തിൽ തദ്ദേശീയമായി തന്നെ അല്ലെങ്കിൽ സ്വന്തമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു കവചം സൃഷ്ടിക്കണമെന്ന ഒരു ദൃഢപ്രതിജ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കുന്നത്. അതിൽ തന്നെയാണ് ഈ സുദർശൻ ചക്ര എന്ന ആ ഒരു പദ്ധതിക്ക് കീഴിലാണിപ്പോൾ ഇത്തരത്തിൽ സ്വയം പര്യാപ്തമായിക്കൊണ്ട് തന്നെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന എല്ലാ ആയുധങ്ങളും ഇതിൻ്റെ കീഴിലാണ് ഉൾപ്പെടുന്നത്. ആയതിനാൽ തന്നെ കൂടുതലായി തന്നെ ഇതുപോലെയുള്ള ആയുധങ്ങൾ ഇനിയും ഇന്ത്യയിൽ നിർമ്മിക്കാനാണിപ്പോൾ ഇതിനോടായി തന്നെ അവർ തീരുമാനമെടുത്തിരിക്കുന്നതും അല്ലെങ്കിൽ ലക്ഷ്യം വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.